ഇന്ന് നമ്മളെയെല്ലാം ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച്, അതായത് KSRTCയെ കുറിച്ച്. അതിന്റെ തകർച്ചയെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോഴുള്ള ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ KSRTCക്ക് അതിജീവിക്കാൻ കഴിയുമോ? അതുപോലെ നിങ്ങളുടെ റൂട്ടിൽ അടുത്തിടെ ബസ്സുകൾ കുറവാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി നേരം ബസ്സിനായി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണുകൾ അനുഭവിച്ചിട്ടുണ്ടോ? പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ സ്വന്തം ദൈനംദിന യാത്രകളെക്കുറിച്ച് ചിന്തിക്കാനും അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KSRTCയുടെ നിലവിലെ അവസ്ഥയും ഭാവിയിൽ അത് എന്ത് നേരിടേണ്ടി വരുമെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കാലത്ത് പൊതുസേവനത്തിന്റെ പ്രതീകമായിരുന്നു KSRTC. വർഷങ്ങൾക്ക് മുമ്പ് സമയബന്ധിതമായ സർവീസിനും ഫ്രണ്ട്ലി ആയ സ്റ്റാഫിനും പേരുകേട്ടതായിരുന്നു അത്. ബസ്സുകൾ വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായിരുന്നു. അത് പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ചു, സമൂഹങ്ങളെ ഒന്നിപ്പിച്ചു. പതിറ്റാണ്ടുകളായി യാത്രക്കാരുടെ ഹൃദയങ്ങളിൽ KSRTC വിശ്വസനീയമായ ഒരു സ്ഥാനം നേടി. വിശ്വസനീയമായ ഒരു യാത്രാമാർഗമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടത്. എന്നിരുന്നാലും കാലം മാറി. സമീപ വർഷങ്ങളിൽ സാരമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. റോഡുകളിൽ ബസ്സുകൾ കുറവാണ്. കാലതാമസം സാധാരണമായി. സേവന നിലവാരം കുറഞ്ഞു. ഈ ഇടിവിന് നിരവധി കാരണങ്ങളുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സാധാരണമാണ്. കാറുകളും ഇരുചക്ര വാഹനങ്ങളും പല കുടുംബങ്ങൾക്കും ഒരു മാനദണ്ഡമായി മാറിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചാളുകൾ മാത്രമേ ബസ് തിരഞ്ഞെടുക്കുന്നുള്ളൂ. KSRTCയുടെ ദുർബലാവസ്ഥയ്ക്ക് പിന്നിൽ മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന് പൊതുനയത്തിലെ മാറ്റമാണ്. സർക്കാർ പിന്തുണയും നിക്ഷേപവും കുറഞ്ഞു. ഒരിക്കൽ സർവീസ് വികസിപ്പിക്കാനും പരിപാലിക്കാനും ഉപയോഗിച്ചിരുന്ന ഫണ്ടുകൾ കുറഞ്ഞു. ഫണ്ടിംഗ് കുറവായതിനാൽ KSRTCക്ക് ആധുനികവൽക്കരിക്കാൻ പ്രയാസമാണ്. ഇന്ന് ഓടുന്ന ബസ്സുകൾ വളരെ പഴയതാണ്. മുൻകാലങ്ങളിലെ സുഖ സൗകര്യങ്ങളും വിശ്വാസ്യതയും അവയ്ക്കിപ്പോൾ ഇല്ല. മറ്റൊരു വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന നഗരഗതാഗതമാണ്. നമ്മുടെ നഗരങ്ങൾ വാഹനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് റോഡ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. തിരക്കേറിയ നഗര കേന്ദ്രങ്ങളിൽ ഓരോ മിനിറ്റും പ്രധാനമാണ്. സാവധാനത്തിലുള്ള ഗതാഗതക്കുരുക്കിൽ ബസ്സുകൾ കുടുങ്ങുന്നു. ഇത് ഷെഡ്യൂളുകളെ തടസ്സപ്പെടുത്തുകയും യാത്രക്കാർക്ക് അവരുടെ യാത്രാ പ്ലാനിംഗ് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. ഗതാഗതക്കുരുക്ക് കാരണം ദീർഘനേരം റോഡിൽ ചിലവഴിക്കുന്നത് ഇപ്പോൾ സാധാരണമായി. കൊച്ചിയിലാണെങ്കിൽ പറയുകയും വേണ്ട. ബസ്സുകളുടെ അറ്റകുറ്റപ്പണിയും ഒരു വലിയ പ്രശ്നമാണ്. ബസ്സുകളുടെ വെയർ ആൻഡ് ടയർ വളരെ പ്രധാനമാണ്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ ഇല്ലെങ്കിൽ ബസ്സുകൾക്ക് തകരാറുകൾ പതിവായി ഉണ്ടാകുന്നു. തകരാറുള്ള ഒരു ബസ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുക മാത്രമല്ല, സർവീസിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ തകരാറും ഡെയിലി പാസഞ്ചേഴ്സിന് അവഗണനയുടെ ഫീലിംഗ് വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ യാത്രയിൽ എത്ര തവണ തുരുമ്പിച്ച KSRTC ബസ് കണ്ടിട്ടുണ്ട്? ജീവനക്കാരുടെ മനോവീര്യവും ഒരു പങ്ക് വഹിക്കുന്നു. KSRTCയിലെ പല ജീവനക്കാരും ഇപ്പോൾ കഠിനമായ ജോലി സാഹചര്യങ്ങൾ നേരിടുന്നു. പരിമിതമായ പിന്തുണയും കുറഞ്ഞ വേതനവും ഉപയോഗിച്ച് അവർ പലപ്പോഴും ദീർഘനേരം ജോലി ചെയ്യുന്നു. ഒരു ഡിസപ്പോയിന്റഡ് ജീവനക്കാരനുണ്ടെങ്കിൽ തന്നെ മോശം സേവനത്തിലേക്ക് നയിച്ചേക്കാം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഉത്സാഹം കുറയുമ്പോൾ മൊത്തത്തിലുള്ള യാത്ര തന്നെ കഷ്ടപ്പെടുന്നു. ഇന്നത്തെ ഗതാഗത സംവിധാനങ്ങളുടെ ഒരു അനിവാര്യ ഘടകമാണ് സാങ്കേതികവിദ്യ. കാര്യക്ഷമമായ ഷെഡ്യൂളിങ്ങിനായി ആധുനിക പൊതുഗതാഗതം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. തത്സമയ ട്രാക്കിംഗ്, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ ടിക്കറ്റിംഗ് എന്നിവ യാത്രക്കാരെ വിവരങ്ങൾ അറിയിക്കുന്നു. നിർഭാഗ്യവശാൽ KSRTC ഈ നൂതന ആശയങ്ങൾ സ്വീകരിക്കുന്നതിൽ മന്ദഗതിയിലാണ്. ഈ ഉപകരണങ്ങൾ ഇല്ലാതെ യാത്രക്കാർക്ക് ഉപയോഗപ്രദമായ അപ്ഡേറ്റുകൾ നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ബസ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഒരു ലളിതമായ ആപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? KSRTCയുടെ നിലവിലെ സാമ്പത്തിക മാതൃകയും സമ്മർദ്ദത്തിലാണ്. വരുമാനത്തിനായി സ്ഥാപനം പ്രധാനമായും ടിക്കറ്റ് വിൽപ്പനയെയാണ് ആശ്രയിക്കുന്നത്. കൂടുതൽ ആളുകൾ സ്വകാര്യ വാഹനങ്ങളിലേക്കോ ഇതര സർവീസുകളിലേക്കോ തിരിയുമ്പോൾ വരുമാനം കുറയുന്നു. വരുമാനം കുറയുമ്പോൾ പുതിയ ബസ്സുകളിലോ അപ്ഗ്രേഡുകളിലോ നിക്ഷേപിക്കുന്നതിനുള്ള ഓപ്ഷനുകൾ കുറവാണ്. കുറഞ്ഞ സേവനം കൂടുതൽ യാത്രക്കാരെ അകറ്റുന്നു. അപ്പോൾ ഫണ്ടുകൾ കൂടുതൽ കുറയ്ക്കുന്നു. അങ്ങനെ ഒരു സൈക്കിൾ രൂപം കൊള്ളുന്നു. പൊതുഗതാഗതത്തിലെ ഇടിവ് വിശാലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് പലരുടെയും സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നു. വിശ്വസനീയമായ ഗതാഗതമാണ് നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ജീവരക്തം. സേവനം കുറയുമ്പോൾ തൊഴിലന്വേഷകർ, വിദ്യാർത്ഥികൾ, മുതിർന്നവർ എന്നിവർക്ക് അതിന്റെ ആഘാതം അനുഭവപ്പെടുന്നു. എഫിഷ്യന്റായ പൊതുഗതാഗതത്തിലേക്കുള്ള ആക്സസ് കുറയുന്നത് അവസരങ്ങളെ പരിമിതപ്പെടുത്തും. ബസ് സർവീസുകൾ റിലയബിൾ അല്ലാതായാൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ എങ്ങനെ മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ പങ്ക് പരിശോധിക്കുമ്പോൾ നയപരമായ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാന തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ KSRTCയുടെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലും ഫ്ലീറ്റ് പുതുക്കലിലുമുള്ള നിക്ഷേപങ്ങൾ വ്യക്തമായ സർക്കാർ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു. ചില നയങ്ങൾ പൊതുഗതാഗതത്തെക്കാൾ സ്വകാര്യ വാഹനങ്ങൾക്ക് റോഡ് വികസനം അനുകൂലിക്കുന്നു. ഈ തീരുമാനത്തിന് ഒരു തരംഗ പ്രഭാവമുണ്ട്. കുറഞ്ഞ ഫണ്ടും കുറഞ്ഞ ശ്രദ്ധയും ഉള്ളതിനാൽ KSRTC പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു.
മറ്റൊരു ഘടകം പുതിയ പ്ലെയേഴ്സ് നിന്നുള്ള മത്സരമാണ്. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും റൈഡ് ഷെയറിംഗ് സേവനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അവർ ഫ്ലെക്സിബിലിറ്റിയും ചിലപ്പോൾ കുറഞ്ഞ നിരക്കുകളും വാഗ്ദാനം ചെയ്യുന്നു. പല നഗരപ്രദേശങ്ങളിലും ഈ സ്വകാര്യ ഓപ്ഷനുകൾ KSRTC അവശേഷിപ്പിച്ച വിടവ് നികത്തുന്നു. അവർ വിപണി ആവശ്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും പലപ്പോഴും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്തരം മത്സരം നേരിടുന്നതിനാൽ നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ KSRTCക്ക് കഴിയുമോ? സോഷ്യൽ ചേഞ്ചസ് ഈ ഭൂപ്രകൃതിയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. KSRTC ബസ്സിലുള്ള യാത്ര വെറും യാത്രയേക്കാൾ കൂടുതലായിരുന്ന ഒരു വികാരമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിരുന്നു. അത് ഒരുമിച്ചുള്ള ദീർഘയാത്രകളിൽ നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒന്ന്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ആ സമൂഹ ബോധം കുറഞ്ഞു. ഇന്ന് ആളുകൾ ബസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമായി മാത്രമേ കാണുന്നുള്ളൂ. പങ്കുവയ്ക്കുന്ന കഥകളുടെയും സമൂഹ ഇടപെടലുകളുടെയും ഊഷ്മളത ഇപ്പോൾ അപൂർവമാണ്. ബസ്സിലെ തമാശകൾ ഒക്കെ ഉണ്ടായിരുന്ന ആ പഴയ ദിനങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ? എന്റെ കോളേജ് ലൈഫ് ഒക്കെ ഓർത്തുപോകുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് KSRTC മാത്രം ഓടുന്ന റൂട്ടിലായിരുന്നു എന്റെ കോളേജ്. സുഹൃത്തുക്കളുമായുള്ള രാവിലെയും വൈകിട്ടുമുള്ള KSRTC ബസ് യാത്ര സുഖമുള്ള ഓർമ്മയാണ്. KSRTCയുടെ തകർച്ച കോമൺ പീപ്പിളിനെ ബാധിക്കുന്നു. ജോലിക്ക് പോകാൻ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരാളുടെ ദൈനംദിന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചു നോക്കൂ. ഒരു കാലതാമസം പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. വിദ്യാർത്ഥികൾക്ക് റിലയബിൾ അല്ലാത്ത ഒരു ബസ് സ്റ്റഡി ടൈം നഷ്ടപ്പെടാൻ ഇടയാക്കും. ക്രമരഹിതമായ ബസ് സർവീസ് പ്രായമായ യാത്രക്കാരെ ഒറ്റപ്പെടുത്താം. ഓരോ ചെറിയ പ്രശ്നവും സാധാരണക്കാരെ ബാധിക്കുന്നു. KSRTCക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ശരിയായ മാറ്റങ്ങളോടെ പ്രതീക്ഷ നിലനിൽക്കുമെന്ന് പല എക്സ്പേർട്സും വിശ്വസിക്കുന്നു. ഫ്ലീറ്റ് റിന്യൂ ചെയ്യുക എന്നതാണ് സാധ്യതയുള്ള ഒരു പരിഹാരം. പുതിയതും കൂടുതൽ വൃത്തിയുള്ളതുമായ ബസ്സുകളിൽ നിക്ഷേപിക്കുന്നത് വിശ്വാസ്യത മെച്ചപ്പെടുത്തും. ലോകമെമ്പാടുമുള്ള ചില നഗരങ്ങൾ ആധുനിക വാഹനങ്ങൾ ഉപയോഗിച്ച് പഴയ ഗതാഗത സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. മലിനീകരണം കുറയ്ക്കുന്ന വൃത്തിയുള്ളതും കാര്യക്ഷമവുമായ സാങ്കേതികവിദ്യ അവർ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മറ്റൊരു മികച്ച അവസരം നൽകുന്നു. ആപ്പുകളും തത്സമയ ട്രാക്കിംഗും ഉൾപ്പെടുത്തുന്നത് കസ്റ്റമർ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ബസ് 5 മിനിറ്റിനുള്ളിൽ എത്തും എന്നൊരു മെസ്സേജ് ലഭിക്കുന്നത് സങ്കല്പിക്കുക. അത്തരം അപ്ഡേറ്റുകൾ കാത്തിരിപ്പിന്റെ ഡെയിലി ടെൻഷൻ ലഘൂകരിക്കും. ഷെഡ്യൂളുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കാനും ഡിജിറ്റൽ ഉപകരണങ്ങൾ സഹായിക്കും. അത്തരമൊരു ഉപകരണം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര എത്രത്തോളം റിലാക്സ്ഡ് ആയിരിക്കും. പൊതുഗതാഗതത്തിന് അനുകൂലമായി സർക്കാർ നയവും മാറണം. ഫണ്ടിംഗ് വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയങ്ങൾ അടിയന്തരമായി ആവശ്യമാണ്. വ്യക്തവും സ്ഥിരവുമായ സർക്കാർ പിന്തുണ ആവശ്യമായ പരിഷ്കാരങ്ങൾക്ക് വാതിൽ തുറക്കും. സബ്സിഡികൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമ്പോൾ ആധുനികവൽക്കരണത്തിന്റെ ഒരു പുതിയ യുഗം കൊണ്ടുവരാൻ കഴിയും. കൂടുതൽ സർക്കാർ ഫണ്ടിംഗ് KSRTCയുടെ ഗതി മാറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പല മേഖലകളിലും സഹകരണമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ. പൊതുഗതാഗതവും വ്യത്യസ്തമല്ല. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് പുതിയ ആശയങ്ങളും ആവശ്യമായ നിക്ഷേപങ്ങളും വാഗ്ദാനം ചെയ്യാൻ കഴിയും. മറ്റു മേഖലകളിലും ഈ പങ്കാളിത്തങ്ങൾ പ്രതീക്ഷകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംയുക്ത ശ്രമങ്ങൾ പലപ്പോഴും സൃഷ്ടിപരവും കാര്യക്ഷമവുമായ പരിഹാരങ്ങളിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള പങ്കാളിത്തങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യൂ. മാനേജ്മെന്റിലെ സുതാര്യതയും പ്രധാനമാണ്. ഫണ്ട് മാനേജ്മെന്റിനെയും ഉത്തരവാദിത്തയും കുറിച്ചുള്ള സമീപകാല ആശങ്കകൾ പൊതുജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായ രേഖകളും വിവേകപൂർണമായ ചെലവുകളും കാണുമ്പോൾ ആത്മവിശ്വാസം പുനർനിർമ്മിക്കപ്പെടുന്നു. സുതാര്യതയ്ക്ക് സുഗമമായ പരിഷ്കാരങ്ങൾക്കും വർദ്ധിച്ച പൊതുജന പിന്തുണയ്ക്കും വഴിയൊരുക്കാൻ കഴിയും. നിങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ കാണേണ്ടത് വളരെ പ്രധാനമാണ്. പ്രാദേശിക സമൂഹങ്ങൾക്കും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിയും. പ്രാദേശിക ബിസിനസ്സുകൾ, സ്കൂളുകൾ, പൗരഗ്രൂപ്പുകൾ എന്നിവ ഒത്തുചേരുമ്പോൾ ശബ്ദങ്ങൾ ശക്തമാകും. പൊതുഗതാഗതത്തെ വിലമതിക്കുന്ന ഒരു സമൂഹം മികച്ച സേവനങ്ങൾക്കായി പ്രേരിപ്പിക്കും. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമാകേണ്ടത് നമ്മളാണ്. പൊതുഗതാഗതം വിശ്വസനീയമാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ സമൂഹബോധം അനുഭവപ്പെടാം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് തകർച്ച സ്വാഭാവികമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അതാണോ മുഴുവൻ കഥ? യഥാർത്ഥ പരിഹാരങ്ങൾ തേടുന്നതിൽ നിന്ന് നമ്മെ തടയാൻ നൊസ്റ്റാൾജിയെ അനുവദിക്കരുത്. ഭൂതകാലത്തോടുള്ള ബഹുമാനവും ഭാവിയിലെ നവീകരണത്തിനുമായുള്ള ഏതൊരു പ്രേരണയും നാം സന്തുലിതമാക്കേണ്ടതുണ്ട്. ആഗോള പ്രവണത സുസ്ഥിര യാത്രയിലേക്കാണ്. പല നഗരങ്ങളും ഇപ്പോൾ മലിനീകരണം കുറയ്ക്കുന്നതിനും ഗതാഗതം ലഘൂകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യൂറോപ്പിലെയും ഏഷ്യയിലെയും നൂതന പൊതുഗതാഗത സംവിധാനങ്ങൾ സാധ്യമായ കാര്യങ്ങൾക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഗതാഗത സംവിധാനം ആധുനികവൽക്കരിക്കുന്നത് കയ്യെത്തും ദൂരത്താണെന്ന് അവരുടെ അനുഭവങ്ങൾ കാണിക്കുന്നു. കേരളത്തിനും സമാനമായ ഒരു പാത പിന്തുടരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലർക്കും ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ മാറ്റങ്ങൾക്കെല്ലാം എങ്ങനെ ധനസഹായം ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഉത്തരം സങ്കീർണമാണ്. ഇതിൽ സർക്കാർ നിക്ഷേപം, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ മിശ്രിതം ഉൾപ്പെടുന്നു. ഓരോ മേഖലയ്ക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഓരോ ഭാഗവും മൊത്തത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് വെല്ലുവിളി. പുനരുജ്ജീവന യാത്രയിൽ വെല്ലുവിളികളൊന്നുമില്ല.
പുതിയൊരു സംവിധാനത്തിലേക്ക് മാറുന്നത് താൽക്കാലിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഓരോ ദീർഘയാത്രയിലും ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ദീർഘകാല നേട്ടങ്ങൾക്കായി താൽക്കാലിക മാറ്റങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? പരിസ്ഥിതി ആഘാതവും നമുക്ക് പരിഗണിക്കാം. സ്വകാര്യ വാഹനങ്ങൾ മലിനീകരണത്തിന് കാരണമാവുകയും നമ്മുടെ കാർബൺ ഫുട്പ്രിന്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കാര്യക്ഷമമായ ഒരു KSRTCക്ക് നമ്മുടെ റോഡുകളിലെ കാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും. വൃത്തിയുള്ള ബസ്സുകൾ നമുക്കെല്ലാവർക്കും ശുദ്ധവായു എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വൃത്തിയുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം മറ്റൊരു പ്രധാന മേഖലയാണ്. കൂടുതൽ ആളുകൾ വിശ്വസനീയമായ പൊതുഗതാഗതത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ ചലനാത്മകമാകും. സ്കൂളുകൾ, തദ്ദേശ കൗൺസിലുകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് അവബോധം പ്രചരിപ്പിക്കാൻ കഴിയും. അറിവാണ് ശക്തി. കൂടുതൽ വിവരമുള്ള പൗരന്മാർക്ക് ആവശ്യമായ മാറ്റങ്ങൾക്കായി വാദിക്കാൻ കഴിയും. KSRTCയുടെ തകർച്ച നമുക്കൊരു ആത്മപരിശോധന നടത്താനുള്ള അവസരം നൽകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പോലും പരിചരണവും പതിവ് പുതുക്കലും ആവശ്യമാണെന്ന് ഇത് കാണിക്കുന്നു. പൊതുസേവനങ്ങളെ നാം നിസ്സാരമായി കാണരുത്. അവ നമ്മുടെ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന നൂലുകളാണ്. അവ ശക്തവും ഊർജ്ജസ്വലവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിഭാവനം ചെയ്യുന്നത്? KSRTC വീണ്ടും പുരോഗതിയുടെയും കരുതലിന്റെയും പ്രതീകമാകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രധാനമാണ്. കമന്റിൽ ഇത് പങ്കിടുക. ആ ഭാവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വീഡിയോ നിങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. KSRTCയുടെ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. പുനരുജ്ജീവനത്തിനായുള്ള നിരവധി ആശയങ്ങൾ ചർച്ച ചെയ്തു. ഇത് വെറും ഒരു ക്രിറ്റിസിസം അല്ല, മീനിംഗ്ഫുള്ളായ മാറ്റത്തിനായുള്ള ആഹ്വാനമാണ്. എല്ലാവർക്കും ജീവിതം കൂടുതൽ സിമ്പിളാക്കുന്ന ഒരു ഗതാഗത സംവിധാനം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ സുസ്ഥിരവും കാര്യക്ഷമവും സുരക്ഷിതവുമായ ഒരു പൊതുഗതാഗത സംവിധാനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്കെല്ലാവർക്കും പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ തിരിച്ചു വരും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.